സ്മാർട്ട് ഫോൺ കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടുപോയ നമ്മുടെ ഫോക്കസ് എങ്ങനെ വേഗത്തിൽ വീണ്ടെടുക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു ലഘുവിവരണമാണിത്. ഡിജിറ്റൽ ഡീടോക്സ് റീക്ലെയിമിംഗ് ഫോക്കസ് ഇൻ ദ സ്മാർട്ട് ഫോൺ എറ എന്ന ഉറവിടത്തെ അടിസ്ഥാനമാക്കി എന്തുകൊണ്ടാണ് നമ്മുടെ ഏകാഗ്രത ഇങ്ങനെ കുറയുന്നതെന്നും അതിനുള്ള കൃത്യമായ പരിഹാരം എന്താണെന്നും നമ്മൾ പരിശോധിക്കുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മുടെ തലച്ചോറ് ഒരു കമ്പ്യൂട്ടർ പോലെയാണെങ്കിൽ എപ്പോഴും കയ്യിലിരിക്കുന്ന ഈ ഫോൺ അതിലെ മെമ്മറി മുഴുവൻ ഊറ്റിയെടുക്കുന്ന ഒരു വൈറസാണോ? അപ്പോൾ ഒന്നാമതായി, നിങ്ങളുടെ ശ്രദ്ധ എപ്പോഴും കുറയുന്നുണ്ടോ? നമ്മൾ നേരിടുന്ന പ്രധാന പ്രശ്നം വെറുമൊരു ശ്രദ്ധക്കുറവല്ല, മറിച്ച് നിർത്താതെയുള്ള നോട്ടിഫിക്കേഷനുകൾ തലച്ചോറിന് കൊടുക്കുന്ന വലിയൊരു പണിയാണ്. നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഫോൺ വെറുതെ അരികിലിരുന്നാൽ പോലും അത് നമ്മുടെ ചിന്താശേഷിയെ വല്ലാതെ ബാധിക്കുമെന്ന് ഈ പഠനം പറയുന്നു. ഇനി രണ്ടാമതായി, നിങ്ങൾ ഫോൺ അധികം ഉപയോഗിക്കുന്നുണ്ടോ? അതായത്, നമ്മൾ ഫോൺ ഉപയോഗിക്കുകയാണോ അതോ ഫോൺ നമ്മളെ നിയന്ത്രിക്കുകയാണോ? ഈ ആപ്പുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ നമ്മളെ ഒരു ഡോപ്പമൈൻ കെണിയിൽപ്പെടുത്താനാണ്. ഓരോ തവണ സ്ക്രീനിൽ നോക്കുമ്പോഴും കിട്ടുന്ന ആ ഒരു ചെറിയ സന്തോഷം ശരിക്കും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് നമ്മളെ അകറ്റുകയാണ് ചെയ്യുന്നത്. അവസാനമായി, ഇതിനൊരു അടിപൊളി പരിഹാരം ഇന്ന് ലഭ്യമാണ്. നഷ്ടപ്പെട്ട ഫോക്കസ് തിരികെ പിടിക്കാൻ ഡിജിറ്റൽ ഡീടോക്സ് എന്ന ആശയം മാത്രമാണ് ഏക പോംവഴി. അതായത്, നമ്മൾ നേരത്തെ പറഞ്ഞ വൈറസിനെ കളയാനുള്ളൊരു സിസ്റ്റം റീബൂട്ട്. എല്ലാ ദിവസവും കുറച്ച് സമയമെങ്കിലും ഈ സ്ക്രീനുകളിൽ നിന്ന് പൂർണ്ണമായും മാറി നിൽക്കുന്നത് തലച്ചോറിന്റെ സ്വാഭാവികമായ ഓർമ്മശക്തിയും ഏകാഗ്രതയും വേഗത്തിൽ തിരികെ തരും. ചുരുക്കത്തിൽ പറഞ്ഞാൽ, അമിതമായ ഫോൺ ഉപയോഗം നിയന്ത്രിക്കുന്നതു മാത്രമാണ് നഷ്ടപ്പെട്ട ശ്രദ്ധ തിരികെ നേടാനുള്ള വ്യക്തമായ വഴി. അതുകൊണ്ട് സ്ക്രീനിൽ നിന്ന് കണ്ണെടുത്ത് നിങ്ങളുടെ സമയം തിരികെ പിടിക്കാൻ ഇന്ന് തന്നെ ആരംഭിക്കുക.